നമസ്കാരം. അപ്പോൾ നല്ല മനോഹരമായ ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു അടിപൊളിയായിട്ടുള്ള ചുടുകട്ടയിൽ പണി ചെയ്ത് തീർത്ത നല്ല മനോഹരമായ വീടാണ് നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് ഓപ്പറേഷൻ ഏരിയയിൽ നമുക്ക് ഇപ്പോൾ വീടൊക്കെ നോക്കുന്ന എല്ലാവർക്കും നല്ല ബെറ്റർ ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു വീട്. നമുക്കത് എടുത്തു പറയേണ്ട ഒരു കാര്യം, ലക്ഷറി ആയിട്ടുള്ള ഒരു മനോഹരമായ ഒരു വീടാണ് ഈ കാണുന്നത്. നല്ല മെയിൻ ബസ് റൂട്ട് ഫ്രണ്ടേജ് കിട്ടുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വീടാണ് ഈ കാണുന്നത്. നമുക്ക് ടാറിട്ട ഫ്രണ്ടേജ് വരുന്ന റോഡാണ്. നമുക്ക് ആക്ച്വലി ഇവിടെ ഒരു ജംഗ്ഷനാണ് ഇത് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു മെയിൻ റോഡിന്റെ ഫ്രണ്ടിലാണ് നമുക്ക് ഈ ഒരു വീട് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. 8 സെന്റ് സ്ഥലത്ത് 3400 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് ഒരു സ്റ്റഡി റൂം ഉൾപ്പെടെ നമുക്ക് നല്ല മനോഹരമായ ചുടുകട്ടയിൽ പണി ചെയ്ത അടിപൊളിയായിട്ടുള്ളൊരു വീട്. നമുക്ക് അതിന്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും തിരുവനന്തപുരം ജില്ലയിൽ തിരുമലയ്ക്ക് സമീപം കുന്നപ്പുഴ എന്നുള്ള സ്ഥലത്താണ് നമുക്ക് ഈ ഒരു വീട് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് നല്ല മനോഹരമായ ഈ ഒരു വീടിന്റെ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. ഇത്ര നല്ല വിശാലമേറിയ ഒരു വീതിയുള്ള എൻട്രൻസ് നമുക്ക് ഇടുന്നുണ്ട്. അപ്പോൾ എത്ര വലിയ വണ്ടിയാലും സുഖമായിട്ട് വീടിന്റെ കോമ്പൗണ്ടിനകത്ത് കയറാൻ പറ്റുന്ന ഒരു എൻട്രൻസ് നമുക്ക് കൊടുത്താണ് ഈ ഒരു വീട് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഫുള്ളി കംപ്ലീറ്റ് ആയിട്ട് ഇന്റർലോക്ക് ചെയ്തിട്ടുള്ള ഒരു ഫ്രണ്ടേജ് നമുക്ക് വരുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം നല്ല കാർ സ്പേസ്, നല്ല വിശാലമേറിയ ഒരു കാർ സ്പേസ് നമുക്ക് ഫ്രണ്ടിൽ തന്നെ വരുന്നുണ്ട്. ഒരു 6 കാർ വരെ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ അടിപൊളിയായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും നല്ല വിശാലമേറിയ ഒരു ഫ്രണ്ടേജ് ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു ചുടുകട്ടയിൽ പണി ചെയ്ത നല്ല മനോഹരമായ വീടാണ്. ഇവിടെ നമുക്ക് കുറച്ച് ഗാർഡനിങ് പ്രൊവിഷനും കാര്യങ്ങളും ചെയ്യാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ള ഒരു ഏരിയ നമ്മൾ കാണുന്നത്. വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് നമുക്ക് പൈപ്പ് കണക്ഷനാണ്, കോർപ്പറേഷൻ പൈപ്പ് കണക്ഷനാണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ ഇത്രയും നല്ല മനോഹരമായ നല്ല അടിപൊളിയായിട്ടുള്ള എലിവേഷനും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള വിശാലമേറിയ ഒരു വീടാണ്. നമുക്കിത് കംപ്ലീറ്റ്ലി ചുടുകട്ടയിലാണ് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. നമുക്ക് മെയിനായിട്ട് എടുത്തു പറയേണ്ട ഏറ്റവും പ്രത്യേകതയുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ആ കാണുന്ന 2ാമത്തെ നില നമുക്ക് ഒരു സിറ്റിംഗ് ഏരിയ ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സ്പേസിൽ നമുക്കൊരു ചെറിയ സിറ്റിംഗ് ഏരിയ കൺവേർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ ഉൾപ്പെടുത്തി കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്ര നല്ല മനോഹരമായ എലിവേഷനും കാര്യങ്ങളും കൊടുത്ത് അതിനകത്ത് സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു വീടാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഈ ഒരു മനോഹരമായ വലിയൊരു വമ്പം വീടിൻ്റെ നമുക്ക് സിറ്റൗട്ട് എന്ന് പറയുമ്പോഴത്തേക്കും അടിപൊളിയായിട്ടുള്ളൊരു കിടിലൻ സിറ്റൗട്ടാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. കംപ്ലീറ്റ് ആയിട്ട് തേക്കിൻ്റെ വർക്കും കാര്യങ്ങളാണ് ഇതിനകത്ത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വന്നിട്ടുള്ളത്. ചുടുകട്ടയിൽ പണിത ഒരു വീടാണ്. അപ്പോൾ ഈ കാണുന്നതാണ് സിറ്റൗട്ട് എന്ന് പറയുമ്പോഴത്തേക്കും 10x8 ഡയമെൻഷനാണ് നമുക്ക് ഈ ഒരു സിറ്റൗട്ടിൽ വന്നിട്ടുള്ളത്. ഈ കാണുന്ന എല്ലാം കംപ്ലീറ്റ് ആയിട്ട് തേക്കിൻ്റെ പണിയാണ് നമുക്ക് ചെയ്തേക്കുന്നത്. ചുമര് മുഴുവൻ നമുക്ക് വുഡിൻ്റെ ഡിസൈൻ വരുന്ന ടൈൽസും കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത്. ഈ കാണുന്ന തൂൺ ഉൾപ്പെടെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് തേക്കിൻ്റെ പണികളാണ് നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോർ എന്ന് പറയുമ്പോഴത്തേക്കും ഫ്രണ്ട് ഡോറിൻ്റെ കൊത്തുപണികളും കാര്യങ്ങളൊക്കെ ഈ ഒരു രീതിയിലാണ് ചെയ്തേക്കുന്നത്. നല്ല ലക്ഷറി ആയിട്ടുള്ള ഒരു വർക്കും കാര്യങ്ങളാണ് നമുക്ക് ഒരു ഫ്രണ്ട് ഡോറിൽ വന്നിട്ടുള്ളത്. ഫ്രണ്ട് ഡോർ നമുക്ക് ഒറ്റപ്പാളിയായിട്ടുള്ള ഒരു വലിയൊരു ഡോറാണ് നമുക്ക് ചെയ്തേക്കുന്നത്. നല്ല മനോഹരമായ എലഗൻറ്റ് രീതിയിലുള്ള ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ഫ്രണ്ട് ഡോറാണ്. നമുക്ക് നേരെ വീടിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ഈ ഒരു 8 സെൻറ്റ് സ്ഥലത്ത് 3400 സ്ക്വയർ ഫീറ്റിൽ പണി ചെയ്ത നല്ല ചുടുകട്ടയിൽ പണി ചെയ്ത നല്ല മനോഹരമായ വീടിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തോട്ടാണ് നമ്മൾ കിടക്കുന്നത്. ഈ വീടിൻ്റെ കംപ്ലീറ്റ് ഡിസൈൻ നമുക്ക് തേക്കിലാണ് നമുക്ക് ചെയ്തേക്കുന്നത്. ഇത്ര നല്ല മനോഹരമായ ഒരു കൊട്ടാരം കണക്കിനുള്ളൊരു വീടും അതുപോലെ ഇൻറ്റീരിയർ ഡിസൈനുമാണ് നമുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് വന്നേക്കുന്നത്. ഇത് ഫുള്ളി നമുക്ക് തേക്കിൻ്റെ പാനലും കാര്യങ്ങളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീട് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഫുള്ളി നമുക്ക് റെഡ് ബ്രിക്സിലാണ് കൺസ്ട്രക്ഷൻ. അതുപോലെ തന്നെ തേക്കിൻ്റെ വർക്കാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ലീവിങ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും നല്ല വിശാലമേറിയ വീതിയുള്ള അടിപൊളിയായിട്ടുള്ള ലീവിങ് ഏരിയ. ഫോൾ സീലിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നതും നമുക്ക് വുഡ് വർക്കും കാര്യങ്ങളാണ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. സ്പോട്ട് ലൈറ്റ് സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷനായി ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല ഫാൻസി ലൈറ്റ്സ് ഉൾപ്പെടെ നമുക്ക് വന്നിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ഭാഗമാണ് നമുക്ക് ചെയ്തേക്കുന്നത്. 16x16 നമുക്ക് ഡയമെൻഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു ലീവിങ് ഏരിയയുടെ വന്നിട്ടുള്ളത്. ഫ്ലോറിംഗ് എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ടൈൽസ്, പ്രീമിയം ആയിട്ടുള്ള ടൈൽസും കാര്യങ്ങളാണ് നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ ഒരു ലീവിങ് ഏരിയയുടെ TV യൂണിറ്റ് ഏരിയയാണ് ഈ കാണുന്നത്. നല്ല മനോഹരമായൊരു TV യൂണിറ്റ് ഏരിയ. അത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡിസൈനും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് നല്ല എത്ര വലിയ TV ആയാലും മൗണ്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസും കാര്യം ഉൾപ്പെടുത്തിക്കൊണ്ട് മുകളിലും താഴെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു TV യൂണിറ്റ് ഏരിയ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻറ്റീരിയർ ഭാഗത്തുള്ള ഒരു ഡീറ്റെയിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇത്രയും നല്ല വിശാലമേറിയ നല്ല അടിപൊളിയായിട്ടുള്ള വർക്കുള്ള ഒരു വീടാണ്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ലിവിങ് ഏരിയയുടെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു വ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും. ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഡൈനിങ് ഏരിയയുടെ ഭാഗത്തോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ഡൈനിങ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും ഡൈനിങ് ഏരിയ അത്യാവശ്യം നല്ല വിശാലമേറിയ ഒരു സ്പേസും കാര്യങ്ങളും തന്നുകൊണ്ട് തന്നെയാണ് ഒരു ഡൈനിങ് ഏരിയ നമുക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ചുമര് മുഴുവൻ കംപ്ലീറ്റ് ആയിട്ട് തേക്കിൻ്റെ വർക്കാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇത്രയും നല്ല മനോഹരമായ വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് തടിപ്പണി എല്ലാം ചെയ്തിരിക്കുന്നത് തേക്കിൻ്റെയാണ്. ഒരു യൂണിക് ഡിസൈനും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്ത് തീർത്തിട്ടുള്ളത്. ഈ കാണുന്ന എല്ലാം തേക്കിൻ്റെ വർക്കാണ്
വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 20x18 ഡയമെൻഷൻ നമുക്ക് ഡൈനിങ് ഏരിയയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല എത്ര വലിയ ഡൈനിങ് ടേബിൾ ആയാലും ഇതിനകത്ത് മൗണ്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസും കാര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. വീടിൻ്റെ ഫ്ലോറിംഗ് എല്ലാം തന്നെ നമുക്ക് പ്രീമിയം രീതിയിലുള്ള ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗും നമുക്ക് ലിവിങ് ഏരിയയുടെ ഭാഗത്ത് കണ്ടതുപോലെ തന്നെ എല്ലാം വുഡൻ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് സ്ട്രിപ്പ് ലൈറ്റ് സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ ഇവിടെ ഫാൻസി ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. കോർണറിലായിട്ട് തന്നെ നമുക്ക് ഇതിന് വേണ്ടിയുള്ള ഒരു വാഷ് കൗണ്ടർ ഏരിയ വന്നിട്ടുണ്ട്. അത് നമുക്ക് തേക്കിൻ്റെ തടിയിലാണ് നമുക്ക് ഈ വർക്കെല്ലാം ചെയ്തേക്കുന്നത്. ഒരു സ്മാർട്ട് മിററും ജാഗുവറിന് നല്ല ക്വാളിറ്റി ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള വാഷ് കൗണ്ടർ ഏരിയയാണ് നമുക്കിവിടെ കാണുന്നത്. മുകളിലും താഴെയുമായിട്ടൊക്കെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും ഒരുക്കിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു ഭാഗം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീടിൻ്റെ കിച്ചണിൻ്റെ ഭാഗത്തോട്ട് പോവാം. ഈ കാണുന്ന ഒരു എൻട്രൻസും കാര്യങ്ങളെല്ലാം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് തേക്കിൻ്റെ പാനലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒന്നാണ്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഉൾപ്പെടെ നമുക്ക് നല്ല വിശാലമേറിയ ഒരു കിച്ചൺ തന്നെയാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. നല്ല മോഡുലാർ രീതിയിലുള്ള ഒരു മനോഹരമായ ഒരു കിച്ചണാണ് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു കിച്ചൺ എന്ന് പറയുമ്പോഴത്തേക്കും നല്ല വീതിയുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും അതുപോലെ തന്നെ ഫ്രിഡ്ജും കാര്യങ്ങളും വയ്ക്കാനുള്ള സെപ്പറേറ്റ് സ്പേസും കാര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുണ്ട്. ഈ വരുന്ന വർക്കുകളെല്ലാം നമുക്ക് തേക്കിൻ്റെ അടിയിലാണ് നമുക്ക് ചെയ്തേക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്പോട്ട് ലൈറ്റ് ഫാൻസി ലൈറ്റൊക്കെ യൂസ് ചെയ്താണ് ആ ഒരു ഭാഗമെല്ലാം നമുക്ക് ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നതെല്ലാം നമുക്ക് തേക്കിൻ്റെ അടിയിൽ പണി ചെയ്ത കോക്കറി ഷെൽഫും കാര്യങ്ങളൊക്കെയാണ്. കാണുന്ന പോലെ തന്നെ നല്ല മനോഹരമായ എലഗൻറ്റ് രീതിയിലുള്ള വർക്കും കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത്. മോഡുലാർ രീതിയിലുള്ള ഒരു കിച്ചണാണ് നമുക്കിവിടെ ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഒരുപാട് ക്യാബിനറ്റ്സ് നമുക്ക് ചെയ്തിട്ടുണ്ട്. മുകളിലും അതുപോലെ തന്നെ താഴെയുമായിട്ട് നമുക്ക് ഒരുപാട് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഗ്രിപ്ഡ് ആയിട്ടുള്ള ടൈൽസും കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. അത് നമുക്ക് വുഡൻ ഫിനിഷ് വരുന്ന ടൈൽസാണ് ചെയ്ത് തീർത്തിട്ടുള്ളത്. ഇങ്ങനത്തെ ബാസ്ക്കറ്റ് നമുക്ക് മോഡുലാർ രീതിയിലുള്ള അടിപൊളിയായിട്ടുള്ള ബാസ്ക്കറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു കിച്ചൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതും. 20x15 നമുക്ക് ഈ ഒരു കിച്ചൻ്റെ ഡൈമെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു ഡോറ് നമുക്ക് ബാക്ക് സൈഡിലായിട്ട് നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും തന്നുകൊണ്ടാണ് ഈ ഒരു കിച്ചൺ നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. നമുക്ക് ചെറിയ സ്റ്റോറേജ് സ്പേസ് ആയിട്ടാണ് നമുക്കിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും തന്നെയാണ് നമുക്ക് വരുന്നത്. നമുക്ക് ഈ ഒരു വീടിന് 4 ബെഡ്റൂം നമുക്ക് വരുന്നുണ്ട്. ഗ്രൗണ്ട് ഫ്ലോർ 2 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോർ 2 ബെഡ്റൂമാണ്. ഈ ഒരു ഇന്ത്യൻ ഭാഗത്തുള്ള ഹാളിൻ്റെ ഒരു ഭാഗത്താണ് ഫസ്റ്റ് ബെഡ്റൂം നമുക്ക് വരുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല വിശാലമേറിയ അടിപൊളിയായിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് വന്നേക്കുന്നത്. 18x20 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ നല്ല വീതിയുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ബെഡ്റൂം നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നല്ല ക്വാളിറ്റിയുള്ള ടൈൽസും കാര്യങ്ങളാണ് യൂസ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടെ ഇൻബിൽഡായിട്ട് ചെയ്ത് വച്ചിരിക്കുന്ന ഒരു വാൾ റൂഫ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് കംപ്ലീറ്റ് ആയിട്ട് തേക്കിൻ്റെ തടിയിലാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്ത് തീർത്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ഈ ഒരു ഡിസൈനിലെ ഫോൾ സീലിംഗ് വർക്കാണ് നമുക്ക് ചെയ്തേക്കുന്നത്. നമുക്ക് വുഡ് വർക്കിൻ്റെ ഒരു ഭാഗം നമുക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റും നമുക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ഫാൻസി ലൈറ്റ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താണ് ഒരു ഫോൾ സീലിംഗ് വർക്ക് നമുക്ക് ചെയ്തേക്കുന്നത്. സെപ്പറേറ്റ് ഒരു ഡ്രസ്സിങ് യൂണിറ്റ് ഏരിയ നമുക്കിവിടെ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. അത് നമുക്ക് തേക്കിൻ്റെ തടിയിലാണ് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. വലിയ ലോങ് ആയിട്ടുള്ള ഒരു മിററും കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു തേക്കിൻ്റെ തടിയിൽ പണി ചെയ്ത് തീർത്ത ഒരു ഡ്രസ്സിങ് യൂണിറ്റ് ഏരിയയാണ് ഈ കാണുന്നത്. ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്ക് ഈ ഒരു റൂം വരുന്നത്. വെസ്റ്റേൺ രീതിയിലുള്ള ബാത്റൂമും കാര്യങ്ങളാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്തിട്ടുണ്ട്. ജാഗുവർ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് ആണ് ഈ ഒരു ബാത്റൂമിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ജാഗുവർ നല്ല ക്വാളിറ്റി ഹീറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കാണുന്നതെല്ലാം നമുക്ക് ജാഗുവറിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള ഫിറ്റിങ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് നേരെ വീടിന് രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് പോകാം. ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ്. അപ്പോൾ ഇത് നമുക്ക് സ്റ്റെയറിൻ്റെ താഴെ വരുന്ന കുറച്ച് സ്റ്റോറേജ് സ്പേസ് ആണ് ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് വരുന്നത്. ഇൻവേർട്ടറും കാര്യങ്ങൾ വയ്ക്കാനുള്ള സ്പേസ് ആണ് നമുക്കിവിടെ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലത്തെ രണ്ടാമത്തെ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും പക്ഷെ നല്ല അടിപൊളിയായിട്ടുള്ള ഇത്രയും വിശാലമേറിയ ഒരു ബെഡ്റൂമും കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഈ റൂമിൽ വന്നിട്ടുള്ളത്. തേക്കിൽ പണി ചെയ്ത് തീർത്ത നല്ല അടിപൊളിയായിട്ടുള്ളൊരു വാൾ റൂഫ്സ് നമുക്കിവിടെ
നമുക്ക് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ഡ്രസ്സിങ് യൂണിറ്റ് ഏരിയ ആണ്. നമുക്ക് തേക്കിലാണ് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസ് മുകളിലും താഴെയുമായിട്ട് കൊടുത്തിട്ടുണ്ട്. 16x15 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ റൂം നമുക്കിവിടെ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നുണ്ട്. ഫ്ലോറിംഗ് എല്ലാം നല്ല ക്വാളിറ്റി ഡിസൈൻ വരുന്ന ടൈൽസ്, പ്രീമിയം ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ഈ ഒരു ഡിസൈനാണ് ഫോൾ സീലിംഗിൽ നമുക്ക് വരുന്നത്. സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ ഫാൻസി ലൈറ്റുമാണ് നമുക്ക് ഡെക്കറേഷനായിട്ട് ചെയ്തേക്കുന്നത്. ബാത്ത് അറ്റാച്ച് ആയിട്ടൊരു ബെഡ്റൂമാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് വെസ്റ്റേൺ രീതിയിലുള്ള അടിപൊളിയായിട്ടുള്ളൊരു ബാത്റൂം നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ജാഗ്വറിൻ്റെ നല്ല കിടിലം പ്രോഡക്റ്റ്സ് തന്നെയാണ് നമുക്ക് ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ആക്കിയിട്ടുള്ളത്. വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തൊരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ജാഗ്വറിൻ്റെ നല്ല പ്രോഡക്റ്റ്സ് തന്നെയാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോവാം. ഫസ്റ്റ് ഫ്ലോറിൽ പോകാൻ യൂസ് ചെയ്യുന്ന ഹാൻഡിൽസ് എല്ലാം തന്നെ നമുക്ക് തേക്കിൻ്റെ തടിയിൽ പണി ചെയ്ത് തീർത്ത ഹാൻഡിൽസും കാര്യങ്ങളാണ് നമുക്ക് യൂസ് ആക്കിയിട്ടുള്ളത്. നല്ല മനോഹരമായൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് ഈ ഒരു ഭാഗത്ത് ചെയ്ത് തീർത്തിട്ടുള്ളത്. നല്ല ലക്ഷറി ആയിട്ടുള്ള ഒരു വർക്കും അതുപോലെ നല്ല എലഗൻറ്റ് രീതിയിലുള്ള നല്ല കൊത്തുപണിയും കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ഹാൻഡിൽസിൽ തന്നെ വരുന്നുണ്ട്. സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ നല്ല വീതിയുള്ള വിശാലമേറിയ സ്റ്റെപ്പ്, അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് വുഡൻ പാനലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നമുക്ക് ചെയ്തിട്ടുള്ള സ്റ്റെപ്സാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നേരെ മുകളിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഫർഗോള മോഡലും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ വുഡൻ പാറ്റേൺ വരുന്ന നമുക്ക് ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ ഫാൻസി ലൈറ്റും ഡെക്കറേഷനായി കൊടുത്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു വർക്ക് നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫർഗോള മോഡൽ നമുക്ക് പകൽ സമയമെല്ലാം നമുക്ക് വീടിനകത്ത് അടിപൊളിയായിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടത്തക്ക രീതിയിലാണ് നമുക്ക് മനോഹരമായി ചെയ്തിട്ടുള്ളത്. സ്റ്റെയർ കയറി നമ്മൾ മുകളിലോട്ട് വരുമ്പോഴത്തേക്കും വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ ഇവിടെ എത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ നമുക്ക് ചെറിയൊരു പാത്ത് വേയിലാണ് നമുക്കിവിടെ വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള ഒരു സ്പേസ് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള ഒരു ഏരിയ മാത്രമായിട്ട് നമുക്ക് ചെയ്തേക്കുന്നത് തന്നെ 12x8 ഡയമെൻഷനാണ് നമ്മുടെ ഈ ഒരു പാത്ത് വേക്ക് മാത്രമായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. വാഷിംഗ് മെഷീൻ വയ്ക്കുന്ന ഒരു ഏരിയയും നമുക്ക് ഇവിടെ തന്നെയാണ് വരുന്നത്. ഇത് നമുക്ക് നേരെ അപ്പം ചെന്നെത്തുന്നത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ലിവിങ് ഏരിയയിലോട്ടാണ്. നല്ല നീളം വാക്കിനുള്ള നല്ല വീതിയുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ലിവിങ് ഏരിയ നമുക്കിവിടെ തന്നെ വരുന്നുണ്ട്. 20x24 വരുന്ന നല്ല മനോഹരമായ വീതിയുള്ള വിശാലമേറിയ ഒരു ലിവിങ് ഏരിയ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ വരുന്നുണ്ട്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നല്ല ക്വാളിറ്റിയുള്ള ടൈൽസും കാര്യങ്ങളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്ക് നമുക്ക് വരുമ്പോഴത്തേക്കും നല്ല മനോഹരമായി ഈ ഒരു ഡിസൈനും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് ഫോൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ ഫാൻസി ലൈറ്റുമാണ് നമുക്ക് ഡെക്കറേഷനായിട്ട് വരുന്നത്. അപ്പോൾ ജസ്റ്റ് ആ ഒരു സൈഡിൽ നമുക്ക് ഈ ഒരു ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് ഒരു വ്യൂ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു വ്യൂ ആണ് നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷൻ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഈ ലിവിങ് ഏരിയ നമുക്ക് കിട്ടുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്കൊരു ലിവിങ് ഏരിയ പ്ലസ് 2 ബെഡ്റൂം അതുപോലെ തന്നെ ഒരു സ്റ്റഡി റൂമായിട്ടാണ് നമുക്ക് വരുന്നത്. ഒരു ബാൽക്കണി നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും നല്ല വിശാലമേറിയ റൂംസും കാര്യങ്ങളും തന്നെയാണ്. 16x18 ഡയമെൻഷൻ വരുന്ന വീതിയുള്ള നല്ല വിശാലമേറിയ റൂമും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. ഇൻബിൽഡായിട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വാൾഡ്രോബ്സും അതുപോലെ തന്നെ തൊട്ട് ഇപ്പർ സൈഡിൽ നമുക്കൊരു ഡ്രസ്സിങ് യൂണിറ്റ് ഏരിയ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് തേക്കിൻ്റെ തടിയിലാണ് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. താഴത്തെ റൂംസിൽ കണ്ടതുപോലെ തന്നെ വാൾഡ്രോബ്സിൻ്റെ ഡോറിൽ കാണുന്ന പോലെ നല്ല കൊത്തുപണി എലഗൻ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം നമുക്ക് ഈ ഒരു മെത്തേഡുള്ള ഫോൾ സീലിംഗ് വർക്കാണ് നമുക്കിവിടെ വരുന്നത്. സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും ഡെക്കറേഷൻ ആക്കിയാണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. ഈ റൂമിൻ്റെ ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള ബാത്റൂമാണ്. ജാഗ്വറിൻ്റെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് നമുക്ക് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ടെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് തീർത്തിട്ടുള്ളത്. ഫ്ലോട്ടിംഗ് ഡിസൈനും കാര്യങ്ങളൊക്കെ ഫ്ലോട്ടിംഗ് മോഡൽ വരുന്ന ഒരു വാഷ് കൗണ്ടർ ഏരിയ ഉൾപ്പെടെ നമുക്ക് വരുന്ന നല്ല മനോഹരമായൊരു ബാത്റൂം. ജാഗ്വർ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് യൂസ് ആക്കിയിട്ടുള്ളത്. വെസ്റ്റേൺ മോഡലിലുള്ള ഒരു ബാത്റൂം തന്നെയാണ് നമുക്കിവിടെ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ 4ാമത്തെ ബെഡ്റൂമിലോട്ട് പോവാം. ഈ കാണുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിലത്തെ 2ാമത്തെ ബെഡ്റൂം. നല്ല വിശാലമേറിയ നല്ല മനോഹരമായൊരു ബെഡ്റൂം നമുക്ക് ഇവിടെയും വരുന്നുണ്ട്. വാൾഡ്രോബ്സ് എല്ലാം തന്നെ നമുക്ക് തേക്കിൻ്റെ തടിയിൽ പണി ചെയ്ത് തീർത്ത നല്ല അടിപൊളിയായിട്ടുള്ള കിടിലം ഒരു വാൾഡ്രോബ്സ് നമുക്കിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം തന്നെ ഈ ഒരു മോഡലാണ് ഫോൾ സീലിംഗ് വർക്ക് ചെയ്തേക്കുന്നത്. സ്പോട്ട് ലൈറ്റും ഫാൻസി ലൈറ്റും ഡെക്കറേഷനാക്കി കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു വർക്കാണ് ഫോൾ സീലിംഗിൽ വരുന്നത്.
18 ഡയമെൻഷൻ വരുന്ന വീതിയുള്ള വിശാലമേറിയ ഒരു റൂം സൈസ് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇത് നമുക്കൊരു ഡ്രസ്സിങ് യൂണിറ്റ് ഏരിയ ആണ്. അത് നമുക്ക് തേക്കിൻ്റെ തടിയിൽ തന്നെയാണ് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. ഈ ഡോറും നമുക്ക് തേക്കിൻ്റെ തടിയിൽ തന്നെയാണ് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. കംപ്ലീറ്റ് ആയിട്ട് നമുക്കിവിടെ ജാഗ്വാറിൻ്റെ ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് എല്ലായിടത്തും ചെയ്തിരിക്കുന്ന പോലെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല വിശാലമേറിയ ബാത്റൂം സ്പേസ് നമുക്കിവിടെ വരുന്നുണ്ട്. ഇത് നമുക്ക് ഒരു ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് ഒരു 2 ബെഡ്റൂം കൂടാതെ നമുക്കൊരു സ്റ്റഡി റൂം നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീണ്ടും സ്റ്റഡി റൂമിലോട്ട് പോവാം. സ്റ്റഡി റൂം നമുക്ക് ഈ ഒരു ഭാഗത്താണ് സ്റ്റഡി റൂം വരുന്നത്. നല്ല വിശാലമേറിയ നീളം വാക്കിനുള്ള ഒരു സ്റ്റഡി റൂമാണ് നമുക്ക് വരുന്നത്. ഇത് നമുക്ക് 20x15 ഡയമെൻഷൻ നമുക്ക് ഈ ഒരു സ്റ്റഡി റൂമിൽ നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല വിശാലമേറിയ ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്റ്റഡി റൂമാണ് നമുക്ക് വരുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം തന്നെ സ്പോട്ട് ലൈറ്റ്, ഫാൻസി ലൈറ്റ് എല്ലാം നമുക്ക് യൂസ് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഫോൾ സീലിംഗ് വർക്ക് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ സ്റ്റഡി റൂം എന്ന് പറയുമ്പോഴത്തേക്കും. ഇനി നമുക്ക് നേരെ വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലോട്ട് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ ബാൽക്കണി എന്ന് പറയുമ്പോഴത്തേക്കും. മെയിൻ ബാൽക്കണി എല്ലാം നല്ല വിശാലമേറിയ ഒരു ബാൽക്കണി സ്പേസ് നമുക്ക് അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. നല്ല മനോഹരമായ ബാൽക്കണിയും കാര്യങ്ങളും തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. ഈ ഒരു ഹാൻഡിൽസും കാര്യങ്ങളെല്ലാം നമുക്ക് തേക്കിൻ്റെ ഒരു പാനലും കാര്യങ്ങളാണ് യൂസ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് നമുക്കെല്ലാം ഈ ഒരു ഡിസൈനിലെ ഫോൾ സീലിംഗ് ആണ് നമുക്ക് വരുന്നത്. സ്പോട്ട് ലൈറ്റ്, സ്ട്രിപ്പ് ലൈറ്റ് നമുക്ക് ഡെക്കറേഷനായി കൊടുത്തിട്ടുണ്ട്. വുഡൻ പാനലിൽ നമുക്ക് വർക്ക് ചെയ്ത് തീർത്തിട്ടുള്ള ഒരു ഫോൾ സീലിംഗ് ആണ് വരുന്നത്. 18x9 ഡയമെൻഷൻ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള വിശാലമേറിയ ഒരു ബാൽക്കണിയാണ് നമുക്ക് ഈ ഒരു വീടിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്പേസ് നമുക്ക് ഇവിടെ ഒരു ഡോറ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്കിതൊരു പൂജാമുറിയായിട്ട് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസാണ് നമുക്കിവിടെ ഒരുക്കിയിട്ടുള്ളത്. അത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ നമുക്ക് ഈ ഒരു സ്ഥലത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ ഒരു വീട് ഇരിക്കുന്നത്. ഈ കാണുന്നത് നമുക്ക് മെയിൻ റോഡെന്ന് പറയുമ്പോഴത്തേക്കും നല്ല വിശാലമേറിയ ഒരു സ്പേസും മെയിൻ റോഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് നമുക്ക് വരുന്നത്. ബസ് റൂട്ടാണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു വീടിൻ്റെ ടെറസ് ഭാഗമാണ്. ഇത്രയും വിശാലമേറിയ സ്പേസ് ഉണ്ട് ടെറസിൽ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒരു സിറ്റിംഗ് ഏരിയ അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു പൈപ്പ് കണക്ഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തുകൊണ്ട് ഇത് നമുക്ക് വരുന്ന ഒരു സിറ്റിംഗ് ഏരിയ. അത് നമുക്ക് ക്ലോസ് റേഞ്ചിലാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമുക്കിവിടെ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആയിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒരുക്കിയിട്ടുണ്ട്. അതിവിടെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഫർഗോള മോഡൽ പോലെ അതുപോലെ സ്ട്രിപ്പ് ബാറും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് ഡിസൈൻ ചെയ്തെടുത്ത് സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്തുകൊണ്ട് ഇതുപോലെ നമുക്ക് ഹാൻഡിൽസും കാര്യങ്ങളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ഏരിയയാണ്. വൈകിട്ടുള്ള ടൈമിലൊക്കെ നമുക്ക് സുഖമായിട്ട് ഈ ഒരു സ്പേസിലൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് നമുക്കിവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇത്ര നല്ല മനോഹരമായ വീടിൻ്റെ ഡീറ്റെയിൽസാണ് നിങ്ങളിപ്പോൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കൊട്ടാരം കണക്കാനുള്ള ഒരു വീടാണ്. അപ്പോൾ നമ്മുടെ ഈ കോർപ്പറേഷൻ ഏരിയയിൽ നമുക്ക് 8 സെൻറ്റ് സ്ഥലത്ത് 3400 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമും ഒരു സ്റ്റഡി റൂമും ഉൾപ്പെടെ നമുക്ക് വരുന്ന നല്ല മനോഹരമായ ചുടുകട്ടയിൽ പണി ചെയ്ത ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ്. നമുക്കിത് മെയിനായിട്ട് നമുക്ക് ബസ് റൂട്ടിൻ്റെ സൈഡിലായിട്ടാണ്, നമുക്ക് മെയിൻ റോഡിൻ്റെ സൈഡിലായിട്ടാണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. അപ്പോൾ ഇത്രയും നല്ല മനോഹരമായ ചുടുകട്ടയിൽ പണി ചെയ്ത് തീർത്ത 8 സെൻറ്റിൽ 3400 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്ത് ഒരു സ്റ്റഡി റൂം ഉൾപ്പെടെ നമുക്ക് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള ഈ ഒരു വീട് നമുക്ക് ആസ്കിംഗ് പ്രൈസ് നമുക്ക് വരുന്നത് 2,80,00,000 നമുക്ക് ചോദ്യം. 2 CR 80 lakhs ആണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ അത്യാവശ്യം നല്ല ചുടുകട്ടയിൽ പണി ചെയ്ത നല്ല മനോഹരമായ വീടാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും നിങ്ങൾക്ക് ലോൺസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വീട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയുള്ള ലോൺസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക.